ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളിൽ പുരോഗതി എന്ന വാർത്ത മാർഗനിർദ്ദേശങ്ങളിൽ ധാരണയായെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് അമേരിക്കയും പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ആശ്വാസകരമായ വാർത്തയാണോ ഇത്? പറയൂ. ഗുഡ് മോർണിംഗ് സ്കെയിൻ. വളരെ ശുഭകരമായ വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മെ തേടി വരുന്നത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട ചർച്ചകളായിരുന്നു ഇറാൻ അമേരിക്കൻ പ്രതിനിധികൾ തമ്മിൽ. അവർ ചില ധാരണകളിൽ എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. കൂടുതൽ നല്ല ഡിസ്കഷനാണ് നേരത്തെ ഒമാനിൽ നടന്നതിനെക്കാട്ടിലും ഇപ്പോൾ ജനീവയിൽ ഉണ്ടായതെന്ന് പിന്നീട് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഗ്ചി തന്നെ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചകൾ അമേരിക്കയുടെ പ്രതിനിധികളായിട്ട് നയിച്ചത് സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ട്രംപിന്റെ മരുമകൻ ജാർഡ് കുഷ്ണറുമായിരുന്നു. എന്നാൽ ഇവര് ഇതിനോട് ഒരു ഒഫീഷ്യൽ റെസ്പോൺസ് ഇവരുടെ ഭാഗത്തുനിന്ന് വന്നില്ല. എന്നാൽ വൈറ്റ് ഹൗസിൽ നിന്ന് ചർച്ചകളിൽ നല്ല പുരോഗതി ഉണ്ടെന്ന് ആ വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ അമേരിക്കൻ ചർച്ചകളിൽ വഴിത്തിരിവാകുവാൻ സാധ്യതയുള്ള നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത ഒരു 3 മുതൽ ഏതാണ്ട് ഒരു 5 വർഷത്തേക്ക് യുറേനിയൻ സമ്പുഷ്ടീകരണ പദ്ധതികൾ നിർത്തിവെക്കുവാൻ ഇറാൻ തയ്യാറാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലയളവ് ഇനിയുള്ള വർഷങ്ങൾ അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവരുടെ പക്കലുള്ള യുറേനിയം ശേഖരം ഡൈല്യൂട്ട് ചെയ്യാനും ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവരുടെ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് ഒരു പ്രാദേശിക കൂട്ടായ്മയുടെ മേൽനോട്ടത്തിൽ സമ്പുഷ്ടീകരണം തുടരുവാനും ഇറാൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഈ വിട്ടുവീഴ്ചകൾക്ക് പകരമായി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ചില ശക്തമായ നടപടികൾ വേണമെന്ന് ഇറാൻ ഈ ചർച്ചകൾ ആവശ്യപ്പെട്ടു. അതായത് ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കണം, അതുപോലെ ബാങ്കിംഗ് സാമ്പത്തിക മേഖലയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റണമെന്നാണ് ഇറാന്റെ ആവശ്യം. അതേസമയം ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു സൈനിക നീക്കം ഉണ്ടായേക്കുമെന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ മധു കൊട്ടാരക്കര. താങ്ക് യു. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ മധു പെട്ടെന്ന് മോർണിംഗ് ഷോയിൽ ചേരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.